ഇന്ന് പൽക്കാലത്ത് താല്പര്യത്തെ ചിന്തയ്ക്കായിട്ട് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം എല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മളെ ഫിലിപ്പിയ ലേഖനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ സന്തോഷത്തിന്റെ ലേഖനം എന്ന് വിശേഷിപ്പിക്കുന്നതായ ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. അപ്പോസ്തലനായ പൗലോസ് റോമ കാരാഗ്രഹത്തിലെ AD 61 താൻ എഴുതിയതായ കാരാഗ്രഹ ലേഖനങ്ങളിൽപ്പെട്ടതായ ഒരു ലേഖനമാണ് ഈ ഫിലിപ്പിയ ലേഖനം. നമ്മൾ ഈ ലേഖനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒത്തിരി പ്രാവശ്യം സന്തോഷിപ്പിനുള്ളതായ വാക്കുകൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഏതാണ്ട് 16 പ്രാവശ്യം സന്തോഷം അല്ലെങ്കിൽ സന്തോഷിപ്പീൻ എന്നുള്ളതായ തുടർമാനമായിട്ടുള്ളതായ വാക്കുകൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഈ അധ്യായങ്ങളിൽ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അപ്പോൾ സന്തോഷിക്കുവാൻ വേണ്ടി ദൈവജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നതായ ഭക്തനായ കർത്താവിന്റെ ദാസരെ നമ്മൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇദ്ദേഹം ഒരു കാരാഗ്രഹത്തിലായിരുന്നപ്പോഴാണ് ഈ ലേഖനം വിടുന്നത് കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട്. അപ്പോൾ സാധാരണ ഒരു കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലായിരിക്കുന്നതായ ആളുകൾ എന്തുവാണ്, ഹല്ലേലൂയ, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിക്കണമെന്ന് പറഞ്ഞ് ഒരു കൂട്ടം വിശ്വാസികൾക്ക് എഴുതുന്നത് വായിക്കുമ്പോൾ ഞാൻ എന്നെ ചിന്തിച്ചതാണ്, ഒരു 5 സ്റ്റാർ ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു രാജകൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് എഴുതുന്നത് പോലുള്ളതായ ഫീൽ എന്തുവാണ് നമുക്കിത് വായിച്ചാൽ എന്തുവാണ് മനസ്സിലാക്കുവാൻ സാധിക്കും. കാര്യം എന്തുവാണ്, ഹല്ലേലൂയ, ആ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലായിരുന്നിട്ടും എന്തുവാണ് തൻ്റെ സന്തോഷത്തെ കെടുത്തുവാൻ, തൻ്റെ സന്തോഷത്തെ എടുത്തു കളയുവാനായിട്ട് ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. അവിടെ കിടന്നുകൊണ്ട് എന്തുവാണ് സന്തോഷിക്കുന്നതായ ഭക്തനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഏത് സാഹചര്യങ്ങളിൽ ആയിരുന്നു കഴിഞ്ഞാലും ഒരു ദൈവ പൈതലിനെ സന്തോഷിക്കുവാൻ കഴിയുമെന്ന് ഈ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഞാനും നീയും ഏത് പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നുപോയാലും, ഞാനും നീയും ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും, നമ്മുടെ സാഹചര്യം ഏതാണെങ്കിലും എന്തുവാണ് ആ സാഹചര്യങ്ങൾ എന്തുവാണ് ഒരു ദൈവ പൈതലിനെ സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. സന്തോഷത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 20 ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പിൻ. അപ്പോൾ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് ഒത്തിരി കാരണങ്ങൾ തന്നെ എന്തുവാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു 70 പേരെ അയക്കുന്നു ശുശ്രൂഷയ്ക്ക് വേണ്ടി. അവർ കടന്നുപോയി ശുശ്രൂഷയൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടെയാണ് മടങ്ങി വന്നത്. കാര്യം ഭൂതങ്ങളെ അവർക്ക് കീഴടങ്ങുന്നു. അവിടെ ശുശ്രൂഷ വളരെ വിജയമായിരുന്നു. അപ്പോൾ അത് കണ്ട് സന്തോഷിച്ച് മടങ്ങി വന്നതായ ദൈവത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ 70 ശിഷ്യന്മാരെന്ന് പറയാം. അവർ സന്തോഷത്തോടെ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് അവരോട് പറയാണ്, നിങ്ങളുടെ പേരെന്തുവാണ്, നിങ്ങളുടെ ഭൂതങ്ങൾ നിങ്ങളെ കീഴടങ്ങി, അതൊക്കെ നല്ല കാര്യമാണ്. എന്നാൽ അതിലുപരി എന്തുവാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടതായ ഒരേ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് സ്വർഗത്തില് എഴുതിയിരിക്കുന്നുണ്ട്, സന്തോഷിക്കണം. അപ്പോൾ ദൈവമക്കളെ കൂടി വരുമ്പോൾ എന്തുവാണ് നമുക്ക് സന്തോഷിക്കുവാനുള്ളതായ ഒരു കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹല്ലേലൂയ പേര് സ്വർഗത്തില് എഴുതിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കാരണമുണ്ട്. നമ്മുടെ പേര് സ്വർഗത്തില് എഴുതിയതിനായി നമ്മുടെ കർത്താവിന് കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം അതിന് 39-ാം വാക്യം വായിക്കുമ്പോൾ ഷണ്ഡനെ കുറിച്ച് അവിടെ പറയാണ്, ഹല്ലേലൂയ, സന്തോഷിച്ചുകൊണ്ട് അവൻ തൻ്റെ വഴിക്ക് പോയി. ആ ഷണ്ഡന്റെ വിവരങ്ങൾ നമ്മൾ ആ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദേവാലയത്തിൽ പോയി അതിനകത്ത് കയറുവാൻ സാധിച്ചില്ല, മടങ്ങി ദുഃഖിതനായിട്ട് തൻ്റെ തേരിൽ തന്നെ മടങ്ങി പോകുമ്പോൾ എന്തുവാണ് ഫിലിപ്പോസ് തന്നെ മീറ്റ് ചെയ്യുന്നു. ആ രഥത്തിൽ എന്തുവാണ് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം അതിനകത്ത് കയറുന്നു. അപ്പോൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ തെളിയിച്ചു കൊടുക്കുന്നു, സ്നാനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം വെള്ളമുള്ളതായ ഒരു സ്ഥലം കണ്ട് അവിടെ സ്നാനമേൽക്കുന്നതിൽ എന്ത് വിരോധമെന്ന് ചോദിക്കുന്നു. അവർ രണ്ടുപേരും ഇറങ്ങി എന്തുവാണ് ഷണ്ഡനെ സ്നാനപ്പെടുത്തുന്നു. എന്നാൽ അതിനുശേഷം എന്തുവാണ് അവനെന്തുവാണ് സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നെഹമ്യാവ് പറഞ്ഞു, നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യത്തില്, യഹോവെങ്കിലെ സന്തോഷം നിങ്ങളുടെ
ബലം ആകുന്നുവല്ലോ. അപ്പോൾ ഹല്ലേലൂയ, ഇവിടെ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ 8-ാം അധ്യായം മൊത്തം എഴുതിയിരിക്കുന്നത് യസ്ര ന്യായപ്രമാണം എന്തുവാണ് എടുത്ത് ഹല്ലേലൂയ വായിച്ചു കേൾപ്പിക്കുകയാണ് ദൈവമക്കളെ അവിടെ. അപ്പോൾ അത് വായിച്ചു കേൾപ്പിച്ച് മുന്നോട്ട് പോയപ്പോൾ താൻ കോട്ട് ചെയ്തതായ ഒരു ഭാഗമാണ് യഹോവെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നു. അപ്പോൾ ദൈവത്തിന്റെ സന്തോഷം എന്തുവാണ്? എൻ്റെ നിന്റെ ബലമാണ്. ഹല്ലേലൂയ, കർത്താവിന്റെ സന്തോഷത്തിന് എന്തുവാണ്? എന്നെ നിന്നെ ബലപ്പെടുത്തുവാനായിട്ട് സാധിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവിന്റെ സന്തോഷത്തിന് എന്തുവാണ്? എന്നെ നിന്നെ ബലപ്പെടുത്തുവാനുള്ളതായ ഒരു ശക്തി എന്തുവാണ്? കർത്താവിന്റെ സന്തോഷത്തിനകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവമക്കൾക്ക് ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും ഇടയായിത്തീരുന്നത്. ഇവിടെ നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഒത്തിരി എതിർപ്പുകളിലൂടെ കടന്നുപോയാണ് അവര് മതിലുകളെല്ലാം പണിത് ഉയർത്തിയത്. 52 ദിവസം കൊണ്ട് അവര് മതില് പണിത് അത് റീഡെഡിക്കേറ്റ് ചെയ്യുവാനായിട്ട് ഇടയായി തോന്നുന്നു. ഒത്തിരി എതിർപ്പുകൾ ഉണ്ടായിരുന്നു. സൻബലത്ത് എഴുന്നേറ്റു, തോബിയാവ് എഴുന്നേറ്റു. എന്നാൽ ഈ എതിർപ്പുകളുടെ എല്ലാം മധ്യത്തിൽ എന്തുവാണ്? അവരുടെ സന്തോഷത്തെ കെടുത്തിക്കളയുവാനായിട്ട് യാതൊരു ശക്തിക്കും കഴിയുകയില്ല. അവരുടെ സന്തോഷത്തെ കെടുത്തിയിരുന്നുവെങ്കിൽ, നെഹമ്യാവിനും അതുപോലെ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ സന്തോഷത്തെ കെടുത്തിയിരുന്നുവെങ്കിൽ ഈ 52 ദിവസം കൊണ്ട് മതിൽ പണി നടക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ, അവർ പരാജിതര് ആയിരുന്നേനെ. എന്നാൽ അവർ വിശ്വസിച്ചു. ഹല്ലേലൂയ, ഈ സൻബലത്തിനോ ഈ തോബിയാവിനോ ഈ എതിർപ്പിനോ ഹല്ലേലൂയ ഈ ഒപ്പോസിഷന് ഒന്നും എന്തുവാണ്? കർത്താവ് ഞങ്ങളിൽ എന്തുവാണ് തന്നിരിക്കുന്നതായ സന്തോഷത്തെ കെടുത്തിക്കളയാൻ സാധിക്കുകയില്ല. ഞാൻ വിശ്വസിക്കുന്നു അവർ സ്തോത്രമൊക്കെ പറഞ്ഞായിരിക്കും ഈ കല്ല് ഇഷ്ടിയൊക്കെ എടുത്ത് പണിയുന്നത്. ആനന്ദിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ടായിരിക്കും അവർ പണിതെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്തുവാണ്? അവരെ അങ്ങനെ ആനന്ദിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് പണിത് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴെന്തുവാണ്? വലിയ സന്തോഷമാണ്. അന്യോന്യം ഇവരൊക്കെ എന്തുവാണ്? സ്തോത്രം പറയുന്നു, ഹല്ലേലൂയ പറയുന്നു. ഓരോ ഇഷ്ടി എടുത്തു വെക്കപ്പെടുന്നതാണ് അവർക്ക് ആനന്ദമാണ്, സന്തോഷമാണ്. അത് അവർക്കൊരു ബലം കൊടുത്തു. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതായ ദൈവമക്കൾക്ക് എന്തുവാണ്? ഹല്ലേലൂയ, അതിനകത്തൊരു ബലം കിട്ടും. ഹല്ലേലൂയ, ഞാൻ എത്ര പേരെ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങൾ? ഹല്ലേലൂയ, നെഹമ്യാവ് പറഞ്ഞതുപോലെ നമുക്ക് പറയാം. ഹല്ലേലൂയ, യഹോവയെങ്കിലെ സന്തോഷം എന്തുവാണ്? നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് സന്തോഷിക്കുന്നതായ ഒരു പിതാവിനെ നമുക്ക് ലൂക്കോസിന്റെ വിഷയത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. 2 മക്കളുണ്ടായിരുന്നു. ഒരുത്തൻ പുറപ്പെട്ട് അവന് വേണ്ടതെല്ലാം വാങ്ങിച്ചുകൊണ്ട് അവൻ പോയി പന്നിയുടെ ആഹാരമൊക്കെ കഴിച്ച് അവന് ഒരു മാനസാന്തരം ഉണ്ടായി തിരിച്ചു വരുന്നു. എന്നാൽ മടങ്ങി വന്നപ്പോഴെന്തോ ആ പിതാവ് സന്തോഷിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 99-100 ആടുണ്ടായിരുന്നു. ഒന്ന് നഷ്ടപ്പെട്ടു പോയി. അവന് ആ ഒരാടിനെ എന്തുവാണ് തിരികെ ലഭിച്ചപ്പോൾ സന്തോഷിക്കുന്നതായ ഒരു ഇടയനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഒരു കാര്യം, നമ്മുടെ നല്ല ഇടയനായ നമ്മുടെ കർത്താവ് എന്തുവാണ്? ഹല്ലേലൂയ, എൻ്റെയും നിൻ്റെയും ജീവിതം കണ്ടുകൊണ്ട്, ഞാനും നീയും ചെയ്യുന്നത് കണ്ടുകൊണ്ട്, നമ്മൾ ആനന്ദിക്കുന്നത് കണ്ടുകൊണ്ട്, നമ്മൾ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നത് കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന നല്ലൊരു ഇടയനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ആ നല്ല ഇടയനായി നമുക്ക് കരങ്ങളിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെഫിനറ്റ് ആയിട്ട് താന് വിളിച്ചു പറയാണ്. പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട്. അപ്പോൾ പിമ്പിലുള്ള ഒത്തിരി കാര്യങ്ങൾ പൗലോസിന് ഓർക്കുവാനുണ്ട്. എന്നാൽ അതൊന്നും എന്തുവാണ് താൻ ഓർക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ അതിനെ എന്തുവാണ് അങ്ങ് മറന്നുകൊണ്ട് എന്തുവാണ് മുമ്പിൽ വെച്ചിരിക്കുന്നതായ ആ ഓട്ടം അതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പോൾ താനിക്കൊരു ലാക്കുണ്ട്. എങ്ങനെയെങ്കിലും എന്തുവാണ് ഈ പരമ വിളിയുടെ ലാക്കില് ഓടി എന്തുവാണ് അതിൻ്റെ ആ അവസാന ഫിനിഷിംഗ് പോയിന്റ് വരെ ഒന്നെത്തണമെന്ന് ആഗ്രഹിക്കുന്നതായ ഭക്തനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതൊരു പരമ വിളിയാണ്. ഈ വിളി എന്തുവാണ്? എനിക്ക് ഓടി തികയ്ക്കണമെന്ന് താൻ ആഗ്രഹിക്കുകയാണ്. വിളിയെക്കുറിച്ച് ദൈവത്തിന് പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, ഒരു ഭാഗത്ത് പറയുന്നത് പൗലോസ് പറഞ്ഞത് ഇത് സ്വർഗീയ വിളിയാണ്. ഹല്ലേലൂയ, സ്വർഗീയ വിളി. അത് മാത്രമല്ല, മറ്റൊരു ഭാഗത്ത് പൗലോസ് പറഞ്ഞു ഇത് വിശുദ്ധ വിളിയാണ്. ഹല്ലേലൂയ, ഇത് പരമ വിളിയാണ്, ഇത് വിശുദ്ധ വിളിയാണ്, ഇത് സ്വർഗ വിളിയാണ്. അപ്പോൾ പൗലോസ് പറയാണ് ഒന്ന് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രാധാന്യം കൊടുക്കുകയാണ്, അതിന് വലിയ പ്രയോറിറ്റി കൊടുക്കുകയാണ്, അതിന് വലിയ മുൻഗണന കൊടുക്കുകയാണ്. ഈ ഓടുവാൻ വേണ്ടി പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് ഹല്ലേലൂയ മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി എന്തുവാണ് മുൻപോട്ട് ഓടുന്നു. അപ്പോൾ പൗലോസ് ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുൻപോട്ട് പോകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു പൗലോസാണ്.
അപ്പോൾ പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, ആത്മീയ യാത്ര എന്ന് പറയുന്നത് മുമ്പോട്ട് കുതിക്കുന്ന ഒരു അനുഭവമാണ്, മുമ്പോട്ടുള്ളതായ ഒരു യാത്രയാണ്. ഹല്ലേലൂയ. ആരും സ്റ്റക്കായിരിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഹല്ലേലൂയ മുൻപോട്ട് നമ്മൾ പോകണം. നമ്മൾ പുറപ്പാട് പുസ്തകം 14 അധ്യായം അതിന്റെ 15ഉം 16ഉം വാക്യം വായിക്കാം. അവിടെ ഇസ്രായേൽ മക്കളോട് പറയുന്നതായ ഒരു ഭാഗമുണ്ട്, ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. അപ്പോൾ ഇവിടെ യഹോവ ആരോട് പറയാണ്? മോശയോട് പറയാണ്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? അവിടെ നമുക്കറിയാം, ചെങ്കടലിന്റെ ആ തീരത്ത് കടന്നു വന്നു. പുറകോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മിസ്രൈമ്യ സൈന്യം അവരെ പിന്തുടരുന്നുണ്ട്. അവരുടെ പുറകാലെ എന്തുവാണ് ഓടി വരുന്നുണ്ട്. എന്നാൽ അത് ഒരു സൈഡിൽ പുറകിൽ നിന്നുള്ളതായ അവരുടെ വരവ് മുമ്പിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെങ്കടല് അതിനെ കണ്ടപ്പോൾ അവർ ഭയന്ന് കാണും. എങ്ങനെ ഞങ്ങളെ ഇത് അക്കരെ കടക്കുമെന്ന് വിചാരിക്കുന്നതായ ഒരു കൂട്ടം ദൈവത്തിന്റെ മക്കള്. എന്നാൽ അതിന്റെ മധ്യത്തിൽ എന്തുവാണ്, വഴി കാണാതെ ഹല്ലേലൂയ ഭയപ്പെട്ടുകൊണ്ട് കരയുന്നതായ ഭക്തനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ അദ്ദേഹത്തോട് ഇപ്പോൾ പറയാണ്, നീ എന്നോട് നിലവിളിക്കുന്നത് മുമ്പോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറയുക. അതിനുശേഷം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നതുമാണ്, തൻ്റെ വടിയെടുത്ത് വെള്ളത്തെ അടിക്കുന്നു. അതിനുശേഷം എന്തുവാണ്, ഹല്ലേലൂയ ആ വെള്ളം മതിലായിട്ട് എന്തുവാണ് നിൽക്കുന്നത്. പുറപ്പാട് പുസ്തകം എടുക്കാം. പുറപ്പാട് പുസ്തകം 16-ാം 14-ാം അധ്യായം എടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് എന്നെ ചിന്തിച്ചതായ ഒന്ന് രണ്ട് കാര്യങ്ങൾ, പുറപ്പാട് 14 അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അതിന്റെ 13 വാക്യം വായിച്ചു. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഇവിടെ അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഫറവോന് അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. സാധാരണ ഭയമല്ല, എന്തുവാണ്, ഏറ്റവും ഭയപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിന്റെ മധ്യത്തില് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രൈമിലെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിലെ മരിപ്പാന് കൂട്ടിക്കൊണ്ട് വന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രൈമർക്ക് വേല ചെയ്യുവാന് ഞങ്ങളെ വിടേണം എന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത്. അപ്പോൾ അവർ പറയാണ്, ഇവിടെ ഈ നദി അല്ലെങ്കിൽ ഈ ചെങ്കടല കടന്ന് അക്കരെ പോകാനൊക്കത്തില്ല. ഹല്ലേലൂയ. പുറകെ അവർ വരുന്നുണ്ട്. അപ്പോഴേ ഇവിടെ കിടന്ന് മരിക്കുന്നതിലും നല്ലത് അവിടെ തന്നെ ആ വേലയൊക്കെ ചെയ്ത് പോകുകയല്ലായിരുന്നോ നല്ലതെന്ന് ഇത് കേട്ടപ്പോൾ മോശയുടെ ഹൃദയം തകർന്നു കാണും. കാര്യം, എത്രയോ നാള് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പ്രത്യേക നിയോഗം ലഭിച്ച് ഹല്ലേലൂയ ആ മുൾപ്പടപ്പിലെ ദർശനമൊക്കെ കണ്ട് ശക്തി പ്രാപിച്ചിട്ട് പോയ മനുഷ്യനാണ്. ദൈവം തന്നെ പറഞ്ഞു, ഞാനാകുന്നു എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ ശക്തീകരിച്ച് അങ്ങോട്ട് പോയി ഹാർഡ് ഹാർട്ടഡായ ഫറവോനോട് ഡീൽ ചെയ്യുന്നു. അവിടെ 10 പ്ലേഗ്സ് എല്ലാം അയക്കുന്നു, ബാധകൾ അയക്കുന്നു. എന്നാൽ അവിടെ എല്ലാം എന്താണ്, ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം കണ്ട് അവര് അവിടുന്ന് പുറപ്പെടുന്നായ ആ പുറപ്പെടൽ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്, വലിയൊരു അത്ഭുതം തന്നെയാണ്. 400 വർഷത്തോളം ഹല്ലേലൂയ അടിമകളായിരുന്നായ ആ അടിമച്ചങ്ങല പൊട്ടിച്ച് അവർ പുറത്തു വരുന്നതായ ആ സംഭവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഹല്ലേലൂയ അതുപോലൊരു എക്സോഡസ് ലോകത്തൊന്നും ഉണ്ടായിട്ടില്ല. അത്ര നല്ല വലിയ ഒരു പുറപ്പെടൽ തന്നെ ആയിരുന്നു. എന്നാൽ ഇപ്പോഴേ ഇവിടെ ഈ ചെങ്കടലിലെ കടലിലെ തീരത്ത് വന്നു കഴിഞ്ഞപ്പോഴേ അവർ പുറപുറുക്കാൻ തുടങ്ങി. അവർ പറയാണ്, ഞങ്ങൾ അവിടെ ആയിരിക്കായിരുന്നു നല്ലത്, ഇവിടെ കിടന്ന് എന്തിനാണ് ഞങ്ങൾ മരിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ എന്തുവാണ്, മോശ കരയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ മോശ വിശ്വാസത്തിന്റെ ഒരു വാക്കോടെ പറയുന്നുണ്ട്. 13-ാം വാക്യത്തില് ഇങ്ങനെ പറഞ്ഞു, അതിന് മോശ മിസ്രൈമിൽ വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായിട്ട് മോശ പറയാണ്, അതിന് മോശ ജനത്തോടെ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്നതായ രക്ഷ കണ്ടുകൊള്ളും. ഇവിടെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്ന മോശ കാണുവാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ എതിർപ്പുകളുടെ മധ്യത്തില്, നമ്മളെ ഭയപ്പെടുന്നതായ വിഷയങ്ങളുടെ മധ്യത്തില് ഈ മോശ സംസാരിച്ചതുപോലെ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ ഭവനത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കുമോ? വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ പ്രശ്നത്തിന്റെ മധ്യത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കുമോ? വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ സാഹചര്യം ഏതായിരുന്നു കഴിഞ്ഞാലും
അതിന്റെ മധ്യത്തില് നമ്മുടെ നാവ് കൊണ്ട് ഹല്ലേലൂയ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞാല് എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഈ ഭക്തനായ മനുഷ്യന് മോശ പറയാണ് ഹല്ലേലൂയ ഭയപ്പെടേണ്ട, ചെയ്യുവാന് ഇരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ എന്ന് ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എത്ര നല്ല വാക്കുകളാണ്. ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങളെ കാണുവാൻ പോകുന്നില്ല, കർത്താവ് പ്രവർത്തിക്കും. എന്നിട്ട് പറയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങളെ മിണ്ടാതിരിപ്പിനെന്ന് ഇനി നിങ്ങൾ എന്തുവാണ് ശബ്ദിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് സംസാരം എന്തുവാണ് നിർത്താനാണ് മോശ പറയുന്നത്. ഈ കർത്താവിന് എവിടെയെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ എന്തുവാണ് നമ്മുടെ നെഗറ്റീവ് സംസാരം നിർത്തിയെങ്കിൽ മാത്രമേ എന്തുവാണ് ഹല്ലേലൂയ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ നെഗറ്റീവ് സംസാരം എന്തുവാണ് ഹല്ലേലൂയ നിർത്തിയില്ലെങ്കിൽ മോശക്കറിയാം അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളൊന്ന് മിണ്ടാതിരിപ്പീൻ എന്ന് പറയാണ്. പ്രിയമുള്ളവരെ, എവിടെ എന്തുവാണ് നെഗറ്റീവ് സംസാരങ്ങൾ എന്തുവാണ് ഹല്ലേലൂയ പോസിറ്റീവ് സംസാരങ്ങൾ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. യെസ്, നമ്മൾ എന്തുവാണ് ഈ നെഗറ്റീവ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ പോസിറ്റീവ് വിശ്വാസത്തിന്റെ വാക്കുകൾ എഴുതി ചേർക്കണം. വിശ്വാസത്തിന്റെ വാക്കുകൾ ഉരുവിടണം. അങ്ങനെ ദൈവത്തിന്റെ ദാസന വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ യഹോവ തന്നെ മോശയോട് പറയാണ് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നവരോട് ദൈവം സംസാരിക്കും. നീ വിശ്വാസത്തിന്റെ വാക്കുകള് നിന്റെ വായിൽ നിന്ന് ഉരുവിടുമ്പോൾ, നിന്റെ വായിൽ നിന്ന് കടന്നു വരുമ്പോൾ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നതായ ഒരു യഹോവയുണ്ട്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു കർത്താവുണ്ട്. നിന്നോട് സംസാരിക്കുന്നൊരു കർത്താവുണ്ട്. നിന്നോട് ഇടപെടുന്നൊരു കർത്താവുണ്ട്. ഇവിടെ ഈ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തുവാണ് അവരൊരു ഷിഫ്റ്റ് നടക്കുകയാണ്. ഒരു ഗിയർ ചേഞ്ച് ചെയ്യുന്നത് പോലെ എന്തുവാണ് ഒരു ചേഞ്ച് അവിടെ നടക്കുകയാണ്. ആ ചേഞ്ച് എന്തുവാണ് അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത് നീ എന്നോട് നിലവിളി. മോശയോട് പറയാണ് നിന്റെ കരച്ചിൽ അങ്ങ് നിർത്ത്. എന്നിട്ട് പറയാണ് മുമ്പോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറക വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തോടുകൂടി കടന്നു പോകും. എന്നാൽ ഞാൻ മിസ്രൈമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും. ഇവിടെ ഹല്ലേലൂയ ദൈവം എന്തുവാണ് ഹല്ലേലൂയ വലിയ അത്ഭുതം തന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 22-ാം വാക്യം വായിക്കാം. അവിടെ വലിയ അത്ഭുതമാണ്. ആ അത്ഭുതം ഒന്ന് വായിച്ചിട്ട് 22-ാം വാക്യം. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി, അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. ഇവിടെ പറയാണ് ഞാൻ വായിച്ചപ്പോഴേ ചിന്തിപ്പിച്ചതായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ വെള്ളത്തെ മതിലാക്കി നിർത്തുവാനായിട്ട് കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. എന്തെങ്കിലും മതിൽ കെട്ടിക്കഴിഞ്ഞാൽ മണ്ണും ഇഷ്ടികയും സിമെന്റും ഒക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും മതിലൊക്കെ എവിടെയെങ്കിലും നിർമ്മിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. കല്ലും മണ്ണും ഹല്ലേലൂയ സിമെന്റും കമ്പിയൊക്കെ വേണം. എന്നാൽ കമ്പിയും വേണ്ട, സിമെന്റും വേണ്ട, മണ്ണും വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ എന്തുവാണ് ദൈവം എന്തുവാണ് ഹല്ലേലൂയ വെള്ളത്തെ മതിൽ പോലെ നിർത്തി എന്തുവാണ് ദൈവത്തിന്റെ മക്കളെ അക്കരയ്ക്ക് കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു കാര്യമില്ല. ഹല്ലേലൂയ നമ്മളെ കർത്താവിന് എന്തിനേയും ഏതിനേയും ഏത് സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞാലും അവിടെയെല്ലാം പ്രവർത്തിക്കുവാനുള്ളതായ മെറ്റീരിയൽസ് കർത്താവിന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും ഇത് കിട്ടിയെങ്കിലേ അത് നടക്കുകയുള്ളൂ, ഇങ്ങനെ ചെയ്തെങ്കിലേ അത് നടക്കുകയുള്ളൂ, ഇങ്ങനെ പോയെങ്കിലേ അത് സംഭവിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ളതായ കണക്കൂട്ടുകളാണ് നമ്മുടെ കണക്കൂട്ടുകൾ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒന്നുമില്ലാത്ത സ്ഥാനത്ത് ഹല്ലേലൂയ ഒന്നുമില്ലായ്മയെന്ന് എല്ലാത്തിനെയും ഉണ്ടാക്കുവാൻ കഴിവുള്ളതായ ദൈവം. ഹല്ലേലൂയ ഒന്നുമില്ലാത്ത സകലത്തിനെയും ഉളവാക്കുവാൻ കഴിവുള്ളതായ സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇവിടെ വെള്ളത്തെ അവർക്ക് എന്തുവാണ് മതിലായി നിർത്തി. അത് തന്നെ ഒരു അത്ഭുതമാണ്. ഈ ഇസ്രായേൽ മക്കളെ കണ്ട ആദ്യത്തെ അത്ഭുതം എന്തുവാണ് വെള്ളം തേണ്ട മതിലായി നിൽക്കുന്നു. അവരെ മിസ്രൈമിൽ ഒത്തിരി പിരമിഡ്സും അതുപോലെ ഒത്തിരി ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് ഒക്കെ ഉള്ളതായ കണ്ടതായ ആളുകളാണ്. അവരെ കൊണ്ടാണ് ഇഷ്ടി ഉണ്ടാക്കിച്ചതും, അവരെ കൊണ്ടാണ് ഇത് മണ്ണ് കുഴപ്പിച്ചതും, അവരെ കൊണ്ടാണ് ഇത് കെട്ടിച്ചതും ഒക്കെ. ഹല്ലേലൂയ ഈ രാജാവ്. എന്നാൽ അവിടെ നിന്ന് പുറപ്പെട്ടതായ ദൈവമക്കൾ ഇപ്പോൾ അത്ഭുതം കാണുകയാണ്. ഞങ്ങൾ മതിലൊക്കെ കെട്ടിട്ടുണ്ട്, ഇഷ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ലാത്തതായ ഒരു വലിയ അത്ഭുതം കാണുകയാണ്. വെള്ളം മതിലായിട്ട് നിൽക്കുന്നു.
പ്രിയമുള്ളവരെ, എത്ര പേർ വിശ്വസിക്കുന്നു നമ്മുടെ ദൈവത്തിന് എന്തും ചെയ്യുവാൻ കഴിവുള്ള ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്? ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, ഞാൻ ഒരു കാര്യം പൗലോസ് പറഞ്ഞു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട്, ഹല്ലേലൂയ, അപ്പോഴേ മുമ്പോട്ട് നമ്മൾ പോകണം. ക്രിസ്തീയ ജീവൻ എന്ന് പറയുന്നത് പുറകോട്ട് തിരിച്ചു നടക്കുന്നതായ ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ആത്മീയ ജീവിതം മുൻപോട്ട് 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 പോകുന്നതായ ഒരു ജീവിതം. ഇത്രത്തോളം നമ്മളെ മുൻപോട്ട് കൊണ്ടുവന്ന കർത്താവിന് നല്ലൊരു നന്ദി പറഞ്ഞ്